നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. തിരുവനന്തപുരം സൈനിക് സ്കൂളിലെ നിരവധി തസ്തികകളിലേക്ക് ഇപ്പോൾ ഒഴിവുകളുണ്ട്. താല്പര്യമുള്ളതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കണം. ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. അതിനുശേഷം ആപ്ലിക്കേഷൻ ഫോം പ്രിൻസിപ്പലിന്റെ പേരിൽ അയച്ചു കൊടുക്കണം. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായി വീഡിയോ മുഴുവനായിട്ട് കാണുക. അതോടെ എലിജിബിൾ ആയുള്ള കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കുകയും കൂടെ ചെയ്യാൻ മറക്കരുത്. ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. തിരുവനന്തപുരത്തുള്ള സൈനിക് സ്കൂളിലാണ് ഈ വേക്കൻസികൾ ഉള്ളത്. ഇതിലേക്ക് സൈനിക് സ്കൂള് കേന്ദ്ര സർക്കാരിന്റെ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലെ CBSE ആയിട്ട് അഫിലിയേറ്റഡ് ഒരു സ്കൂളാണെന്ന് മനസ്സിലാക്കുക. വേക്കൻസികൾ ഡീറ്റെയിൽസ് ആണെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ മാത്തമാറ്റിക്സ് ഒരൊഴിവ്, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ മാത്തമാറ്റിക്സ് 1, മലയാളം 1, ഇംഗ്ലീഷ് 1, സോഷ്യൽ സയൻസ് 2, സയൻസ് 1, ആർട്ട് മാസ്റ്റർ 1, കൗൺസിലർ 1, മെസ് മാനേജർ 1, ലേഡി PTA കം മേട്ടൺ 1, അതുപോലെ മേട്രൺ കം വാർഡ് ബോയ് 5 ഒഴിവുകൾ. അങ്ങനെ എത്ര ഒഴിവുകളാണുള്ളത്? ഇതെല്ലാം കോൺട്രാക്ട് അടിസ്ഥാനത്തിലായിരിക്കും. ഇതിലേക്ക് ഫെബ്രുവരി 18 വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക. ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്യാൻ മതി എന്ന് മനസ്സിലാക്കുക. ഓരോന്നിന്റെ ഡീറ്റെയിൽസ് നോക്കും. ആദ്യത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ മാത്തമാറ്റിക്സ് ആണ്. ഒരു വേക്കൻസിയാണ്. 21 മുതൽ 40 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. പ്രതിമാസം 25,000 രൂപ ആയിരിക്കും ശമ്പളമായിട്ട് ലഭിക്കുക. വേണ്ട യോഗ്യത MSc 50% മാർക്കോടെ മാസ്റ്റേഴ്സ് ബിരുദം, അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ 2 വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് MSc ഇന്റഗ്രേറ്റഡ് റീജിയണൽ കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ള ഇന്റഗ്രേറ്റഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് ഉണ്ടായിരിക്കുക. അതോടൊപ്പം BEd ഉണ്ടായിരിക്കണം. അതുപോലെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കാനുള്ള പരിചയം ഉണ്ടായിരിക്കണം. CTET പാസ്സായിരിക്കണം. മിനിമം 3 വർഷം എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് അറിഞ്ഞിരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ പോസ്റ്റ് ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ മാത്തമാറ്റിക്സ് ആണ്. TGT മാത്തമാറ്റിക്സ് ആണ്. അത് ഒരു വേക്കൻസിയാണ്. 21 മുതൽ 35 വയസ്സുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയും. 23,000 രൂപയും പ്രതിമാസം ശമ്പളമായിട്ട് ലഭിക്കുക. അതിനും വേണ്ട യോഗ്യത ഇന്റഗ്രേറ്റഡ് ബാച്ചിലേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി 50% മാർക്കുള്ള BSc ബിരുദവും BEd ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇംഗ്ലീഷിൽ പഠിപ്പിക്കാൻ അറിഞ്ഞിരിക്കണം. അതുപോലെ നല്ല പ്രൊഫഷൻസി ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കാൻ അറിഞ്ഞിരിക്കണം. CTET കോമൺ സെൻട്രൽ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായിരിക്കണം. അതോടൊപ്പം 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. PG മാത്തമാറ്റിക്സ് ഉണ്ടെങ്കിൽ അതൊരു ഡിസേബിൾഡ് ക്വാളിഫിക്കേഷൻ ആണെന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അടുത്ത പോസ്റ്റ് TG സയൻസ് ടീച്ചറാണ്. അതിന്റെ ഒരു വേക്കൻസി ഉള്ളത്. 21 മുതൽ 35 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 23,000 രൂപയ്ക്കും ശമ്പളമായിട്ട് ലഭിക്കുക. BSc ഫിസിക്സും BEdും ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷിൽ പഠിപ്പിക്കാൻ അറിഞ്ഞിരിക്കണം. CTET പാസ്സായിരിക്കണം. PG MSc ഫിസിക്സ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും. 3 വർഷം ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അടുത്ത ഇംഗ്ലീഷ് ടീച്ചറുടെയാണ്. ഇംഗ്ലീഷ് ടീച്ചറിന്റെ വേക്കൻസി ഒരു വേക്കൻസിയാണ്. ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചറാണ്. അതുപോലെ BA BEd ആണ് അതിന് വേണ്ട. 50% മാർക്കുള്ള BAയും BEdും CTET പാസ്സായിരിക്കണം. പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ പ്രിഫറൻസ് ഉണ്ട്. 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. 23,000 രൂപ ശമ്പളമായിട്ട് ലഭിക്കുക. അടുത്തത് ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചറുടെയാണ്. മലയാളം. അതുപോലെ സോഷ്യൽ സയൻസും ടീച്ചറിന്റെ ഉണ്ട്. 2 വേക്കൻസി ഉണ്ട്. മലയാളം ടീച്ചറിന് ഒരു വേക്കൻസി ഉണ്ട്. രണ്ടിനും 21 മുതൽ 35 വയസ്സിലാണ് അപേക്ഷിക്കാൻ. രണ്ടിനും 23,000 രൂപയും പ്രതിമാസ ശമ്പളമായിട്ട് ലഭിക്കുക. അതേപോലെ സോഷ്യൽ സയൻസ് ആണെങ്കിൽ എക്കണോമിക്സിലോ പൊളിറ്റിക്കൽ സയൻസിലോ ജോഗ്രഫിയിലോ ഹിസ്റ്ററിയിലോ 50% മാർക്കുള്ള ബിരുദവും BEd ആണ് വേണ്ടി യോഗ്യത. ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കാൻ അറിഞ്ഞിരിക്കണം. CTET പാസ്സായിരിക്കണം. PG സോഷ്യൽ സയൻസിലുള്ള PG ഉണ്ടെങ്കിൽ അതൊരു അതും 3 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് അറിഞ്ഞിരിക്കണം. അടുത്ത മലയാളം ടീച്ചർ അതുപോലെ വേണ്ട യോഗ്യത BA മലയാളം 50% മാർക്കുള്ള BA മലയാളം പാസ്സിന് ശേഷം BEd ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷിൽ പഠിപ്പിക്കാൻ അറിഞ്ഞിരിക്കണം. CTET പാസ്സായിരിക്കണം. PG ബിരുദം ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും. അടുത്ത കൗൺസിലർ പോസ്റ്റ് ആണ്. കൗൺസിലറുടെ ഒരു പോസ്റ്റ് ആണുള്ളത്. 26 മുതൽ 45 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. പ്രതിമാസം 23,000 രൂപയ്ക്കും ശമ്പളമായിട്ട് ലഭിക്കുക. പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ PG ഡിപ്ലോമ സൈക്കോളജിയിൽ ക്ലിനിക്കൽ സൈക്കോളജി ഹെൽത്ത് സൈക്കോളജി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. മിനിമം 1 വർഷത്തെ പ്രതിപരിചയം ഉണ്ടായിരിക്കണം. ഗൈഡൻസ് കൗൺസിലിംഗുള്ള സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ ഉണ്ടെങ്കിൽ അതൊരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. കമ്പ്യൂട്ടർ നോളജ് ആയിരിക്കണം. അതും ഒരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ ആണെന്ന കാര്യം മനസ്സിലാക്കുക. അടുത്തത് മെസ് മാനേജറാണ്. മെസ് മാനേജറുടെ മെയിൽ കാൻഡിഡേറ്റ്സ് ആണ് വേണ്ടത്. ഒരു വേക്കൻസി ആണുള്ളത്. 22,500 വരെയും ശമ്പളമായിട്ട് ലഭിക്കുക. 10ാം ക്ലാസ്സും 5 വർഷം എക്സ്പീരിയൻസുമാണ് വേണ്ടി യോഗ്യത. മെസ് അക്കൗണ്ട്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. ഡിഗ്രിയോ ഡിപ്ലോമ ഉള്ളവർക്ക് കാറ്ററിംഗിലുള്ളവർക്ക് മുൻഗണന ലഭിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. അടുത്ത ലേഡി PTA കം മേട്ടർ എന്നുള്ളതാണ്. ഒരു വേക്കൻസി ഉള്ളത്. 21,000 രൂപ ശമ്പളമായിട്ട് ലഭിക്കും. 21 മുതൽ 35 വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഫിസിക്കൽ എഡ്യൂക്കേഷനുള്ള ബിരുദവും ഇംഗ്ലീഷ് സ്പീക്കിംഗുള്ള എഫിഷ്യൻസിയാണ് വേണ്ടി യോഗ്യത. 3 വർഷത്തെ പ്രതിപരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. അടുത്ത മേട്രൺ കം വാർഡ് ബോയ് ആണ്. അത് 5 വേക്കൻസി ഉണ്ട്. 21 മുതൽ 50 വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. പ്രതിമാസം 21,000 രൂപ ശമ്പളമായിട്ട് ലഭിക്കുക. 10ാം ക്ലാസ്സിൽ തത്തുല്യ യോഗ്യതയും ഇംഗ്ലീഷും ഹിന്ദിയും സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം എന്നാണ് വേണ്ടി യോഗ്യത. ഏതെങ്കിലും വിഷയ ബിരുദമുള്ളവർക്ക് മുൻഗണന ലഭിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട്
നിങ്ങൾ പ്രിസ്ക്രൈബ് ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്, ഗൂഗിൾ ഫോം ഉണ്ട്, അത് നിങ്ങൾ അതിൽ രജിസ്റ്റർ ചെയ്യുക. അതിന് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തതിനു ശേഷം അത് ഫില്ല് ചെയ്ത് പ്രിൻസിപ്പൽ സൈനിക് സ്കൂൾ കഴക്കൂട്ടം തിരുവനന്തപുരം കേരള എന്ന അഡ്രസ്സിൽ അയച്ചു കൊടുക്കണം. അതോടൊപ്പം അപേക്ഷാ ഫീസിൽ DD ആയിട്ട് പ്രിൻസിപ്പൽ സൈനിക് സ്കൂൾ കഴക്കൂട്ടം എന്ന പേരിലെടുക്കുന്ന DD അയക്കണം. ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ 500 രൂപ, SC/ST-കാർക്ക് 300 രൂപ മതിയാവും. അത് DD ആയിട്ട് തന്നെ എടുക്കണം, തിരിച്ചു തരത്തില്ല എന്ന കാര്യം ഓർമ്മിക്കുക. അല്ല, അപ്ലൈ ചെയ്യാനുള്ള ഗൂഗിൾ ഫോം ലിങ്ക് ചെയ്യാൻ കമന്റ് ബോക്സ്, ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാൻ. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്താൽ ഗൂഗിൾ ഫോം അപ്ലൈ ചെയ്ത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇതിലേക്ക് ഫെബ്രുവരി 18 ലാസ്റ്റ് ഡേറ്റ് എന്ന കാര്യം മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായും കണ്ടില്ല രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.